ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 61 പേജുകൾ സർക്കാർ മുക്കിയത് ആരെ സംരക്ഷിക്കാനാണെന്നറിയണ്ടേ? എന്താണ് ആ പേജുകളിൽ ഉള്ളതെന്ന് പുറത്തു വരണ്ടേ? പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് 61 പേജുകൾ ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. മുൻനിര താരങ്ങളടക്കം നടിമാരെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് കമ്മിറ്റി അടിവരയിട്ട് പറഞ്ഞ 96-ാമത്തെ പാരഗ്രാഫിന് ശേഷമുള്ള 12 പാരഗ്രാഫുകൾ റിപ്പോർട്ടിലില്ല. ആ താരങ്ങൾ ആരൊക്കെയാണെന്നും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കിയത്. നടിമാർ നേരിട്ട ലൈംഗിക ചൂഷണം വിശദീകരിക്കുന്ന 59 മുതൽ 71 വരെയുള്ള പേജുകളും നീക്കം ചെയ്തിരിക്കുകയാണ്. ലൈംഗികമായി പീഡിപ്പിച്ച നടനൊപ്പം പിറ്റേ ദിവസം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന ദുരവസ്ഥ തുറന്നു പറഞ്ഞ നടിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആ നടനെ സംരക്ഷിക്കാനായി 8 പേജുകളാണ് റിപ്പോർട്ടിൽ നിന്ന് മാറ്റിയത്. ലഹരി ഉപയോഗിക്കുന്നവരെക്കുറിച്ചും രാത്രിയിൽ വാതിലിൽ മുട്ടുന്നവരെക്കുറിച്ചുമൊക്കെ കമ്മിറ്റി വിശദീകരിക്കുന്ന ഭാഗങ്ങളും എഡിറ്റ് ചെയ്തു നീക്കിയിട്ടുണ്ട്. വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ വ്യഗ്രത നമ്മൾ കാണാതെ പോകരുത്. അതേസമയം ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സും ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും അടങ്ങുന്ന തെളിവുകളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടെന്നും 13-ാമത്തെയും 31-ാമത്തെയും പാരഗ്രാഫുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കമ്മിറ്റി സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. സ്വകാര്യത സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന സർക്കാർ പക്ഷേ ഈ തെളിവുകളൊന്നും അന്വേഷിക്കാൻ മിനക്കെട്ടിട്ടില്ല. എന്നിട്ടും തെളിവുണ്ടോ എന്നാണ് സർക്കാർ ചോദിക്കുന്നത്. സിനിമാ മന്ത്രി സജി ചെറിയാനാകട്ടെ ആരുടെയും പേര് കണ്ടിട്ട് പോലുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുക്കിയ പേജുകളും ഡിജിറ്റൽ തെളിവുകൾക്കും പുറമെ 400 പേജുള്ള ഒരു അനുബന്ധ റിപ്പോർട്ടും സർക്കാർ പുറത്തുവിടാത്തതായി ഉണ്ട്. കമ്മിറ്റിക്ക് കിട്ടിയ മൊഴികളും ആരോപണ വിധേയരായവരുടെ പേര് വിവരങ്ങളുമാണ് ഈ 400 പേജിൽ ഉള്ളത്. അതും പുറത്തുവിടാത്തതിന്റെ ഒറ്റ കാരണം ആരോപണം നേരിടുന്ന സൂപ്പർ നടന്മാരുടെയും അത്ര സൂപ്പർ അല്ലാത്തതുമായ നടന്മാരുടെ സ്വകാര്യത മാത്രം. ഇനി എന്ത്? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാണ് സിനിമാ മന്ത്രി പറയുന്നത്. അപ്പോഴും ആർക്കെങ്കിലും ഇനിയും പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കാനുള്ള വിശാല മനസ്കത ഇപ്പോഴും സർക്കാരിനുണ്ടെന്നുകൂടി മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ വലിയ മനസ്സ് നമ്മൾ പൊതുജനം കാണാതെ പോകരുത്.